നമസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിൽ 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി രണ്ടാനച്ഛൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വന്തം സുഖജീവിതത്തിന് കുഞ്ഞു ബാധ്യതയാകുമെന്ന് കരുതിയാണ് രണ്ടാനച്ഛൻ അഷ്കറും അമ്മ അഖിലയും ചേർന്ന് ഈ കുഞ്ഞു പൈതലിനെ കൊന്നുകളഞ്ഞത്. കേവലം ഒരു കൊലപാതകം എന്നതിനപ്പുറം മാസങ്ങളോളം നീണ്ടുനിന്ന മനുഷ്യത്വരഹിതമായ പീഡനങ്ങളുടെ ഒടുവിലാണ് ആ 1.5 വയസ്സുകാരന്റെ ജീവൻ പൊലിഞ്ഞത്. അഖിലയുമായുള്ള സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കണ്ട് 3 മാസം മുൻപാണ് കുഞ്ഞിനെ ഒഴിവാക്കാൻ അഷ്കർ തീരുമാനിക്കുന്നത്. 1 മാസത്തിലേറെയായി കുഞ്ഞിനെ ഇവർ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെയാണ് അഷ്കർ ക്രൂരത കാട്ടിയിരുന്നത്. അമ്മ അഖിലയുടെ സാന്നിധ്യത്തിലായിരുന്നു പലപ്പോഴും ഈ പീഡനങ്ങളെല്ലാം അരങ്ങേറിയിരുന്നത്. ഇതറിയാമായിരുന്ന അഖിലയുടെ അമ്മയടക്കമുള്ള ആളുകൾ കുഞ്ഞിനെ തങ്ങൾക്ക് തരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അഖില അത് സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അഖില വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഭക്ഷണം നൽകുന്നതിനിടെ കുഞ്ഞ് നിർത്താതെ കരഞ്ഞതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. കുഞ്ഞിന്റെ തല ഭിത്തിയിൽ ശക്തമായി ഇടിപ്പിക്കുകയും തലക്കടിക്കുകയും ചെയ്തതോടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. കുഞ്ഞ് മരിച്ചുവെന്ന് ഉറപ്പായതോടെ ചോറ് തൊണ്ടയിൽ കുടുങ്ങി ഛർദ്ദിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമിച്ചു. വീടും പരിസരവും വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞു. തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവവും നെഞ്ചിനേറ്റ ക്ഷതവും മരണകാരണമാണെന്ന് കണ്ടെത്തി. കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 51ഓളം മുറിവുകൾ കണ്ടെത്തി. ആന്തരിക അവയവങ്ങൾക്കും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, മുറിവുകളുണ്ട്. ഇതിൽ പകുതിയിലേറെയും പഴയ മുറിവുകളായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ജനനേന്ദ്രിയത്തിലെ തൊലി 2ആയി കീറിയ നിലയിലായിരുന്നു. പാദങ്ങൾക്കടിയിലെ തൊലിയാകെ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ച നിലയിലായിരുന്നു. 2 കക്ഷങ്ങൾക്കടിയിൽ പോലും പൊള്ളലേറ്റ പാടുകളുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ നീങ്ങിയതെന്ന് തെളിവെടുപ്പിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള, അമ്മയെന്ന് വിളിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞിന് നേരെയാണ് രണ്ടാനച്ഛനും സ്വന്തം അമ്മയുടെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഈ ക്രൂരതകൾ അരങ്ങേറിയത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കൊള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഈ നാടിൽ ഒരുപാട് സിസ്റ്റമുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വല്യച്ഛനോ വല്യമ്മയൊക്കെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ കുഞ്ഞ് തങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നുകളയുന്ന അതിക്രൂരമായ ഭീകരതയാണ് നെടുമങ്ങാടെ കൊലപാതകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിനും. ക്രൂരതകൾ ഭാവഭേദമില്ലാതെയാണ് അഷ്കർ പോലീസിനോട് വിവരിച്ചത്. ഇയാൾ ഒരു സൈക്കോ ആണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ ഇടിപ്പിച്ച ഭിത്തിയും പൊള്ളിക്കാൻ ഉപയോഗിച്ച സിഗരറ്റ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു. മർദ്ദിക്കാൻ ഉപയോഗിച്ച വടി കഷ്ണങ്ങളാക്കി ഒടിച്ച നിലയിലും കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ പകുതി കത്തിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്നും പാതി കത്തിയൊരു കുറിപ്പും പോലീസിന് ലഭിച്ചു. കരിക്കുഴിയിലെ വാടക വീട്ടിൽ തെളിവെടുപ്പിനായി അഷ്കറിനെ എത്തിച്ചപ്പോൾ ജനരോക്ഷം യഥാർത്ഥത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പോലീസ് വലയം ഭേദിച്ച് നാട്ടുകാർ പ്രതിയെ കയ്യേറ്റം ചെയ്യുകയും ഇയാളുടെ കാർ അടിച്ചു തകർക്കുകയും ചെയ്തു. ലാത്തി വീശിയാണ് പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം കാരണം 2ആം പ്രതിയായ അമ്മ അഖിലയുമായുള്ള തെളിവെടുപ്പ് പോലീസ് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിൽ മരണപ്പെട്ട ശേഷമാണ് അർഷിദ് ജനിക്കുന്നത്. ഇതിന് ശേഷമാണ് അഖില ടാക്സി ഡ്രൈവറായ അഷ്കറിനൊപ്പം താമസം ആരംഭിക്കുന്നത്. മുൻ ഭാര്യയെ ആക്രമിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അഷ്കർ.